കടലിനടിയിൽ 100 അടി താഴ്ചയിൽ 3 ദിവസം ജീവനോടെ കഴിയാൻ പറ്റുമോ? കേൾക്കുമ്പോൾ കഥയാണെന്നൊക്കെ തോന്നും, പക്ഷേ സംഭവം സത്യമാണ്. 2013 നൈജീരിയൻ തീരത്ത് ജാസ്കോൺ 4 എന്ന കപ്പൽ മറിഞ്ഞ് കടലിലേക്ക് താന്നു. ആ കപ്പലിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു പാചകക്കാരനായ ഹാരിസൺ ഒക്കീൻ എന്നയാൾ ബാത്റൂമിലായിരുന്നു. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും വെള്ളം കാരണം രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഭാഗ്യത്തിന് ഒരു ചെറിയ എയർ പോക്കറ്റിൽ അയാൾക്ക് ശ്വാസമെടുക്കാൻ വായു കിട്ടി. വെള്ളത്തിന്റെ തണുപ്പ് കാരണം അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. ഭയങ്കരമായ ഇരുട്ട്, കഴിക്കാൻ ഒന്നും തന്നെയില്ല. പക്ഷേ അയാളുടെ മുന്നിൽ ഒരു കോക്ക് ബോട്ടിൽ ദേവദൂതനെ പോലെ വന്നു. ആ കോക്ക് കുടിച്ചു മാത്രം അയാൾ 2 ദിവസം അയാളുടെ പട്ടിണി മാറ്റി. ചുറ്റും കൂരിരുട്ട്, കൂടെ ഉണ്ടായിരുന്നവരുടെ മൃതദേഹങ്ങൾ മീനുകൾ കടിച്ച് ചീന്തുന്നതിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. ആ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെ? 3 ദിവസത്തിന് ശേഷം മൃതദേഹങ്ങൾ മാറ്റാനെത്തിയ റെസ്ക്യൂ ഡൈവർമാരുടെ മുന്നിലേക്ക് ഹാരിസൺ കൈ നീട്ടിയപ്പോൾ ഡൈവർമാർ ഞെട്ടിപ്പോയി. മൃതദേഹമാണെന്ന് കരുതിയ ആൾ അവരുടെ കൈയെ തിരിച്ചു പിടിക്കുന്ന ആ നിമിഷം, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആ രക്ഷപ്പെടൽ. ആ അവസ്ഥയിൽ നിങ്ങളായിരുന്നുണ്ടെങ്കിൽ ആ 3 ദിവസം എന്ത് ചെയ്തേനെ? കമന്റിൽ ഒന്ന് അറിയിച്ചത്. ഇതുപോലുള്ള വിചിത്രമായ സംഭവങ്ങൾക്ക് കൊണ്ടൊന്ന് ഫോളോ ചെയ്തേനെ.